നമസ്കാരം. ഞാൻ ബൈജു ക്ലീറ്റസ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അല്ല കൃത്യമായി പറഞ്ഞാൽ ഒരു 3 വർഷത്തിന് ശേഷം, ഒരു ടിവി ചാനലൊക്കെ നടത്തി കേരളത്തിൽ ജീവിച്ച് മടുത്ത് ഇപ്പോൾ യുകെയിൽ ഇരുന്നിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നൊരു ദിവസമാണ്. ഈ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നത് പോലെ ഇന്ന് ഒരുപാട് പേര് കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ എതിർത്ത് പറയുകയും ചെയ്യുമെങ്കിലും ഈ ഒരു ഭരണത്തിൻ്റെ ഒരു ആർഭാട ഭരണത്തിൻ്റെ ഞാൻ ഒരു റിസൾട്ടാണ് ഇന്നത്തെ റിസൾട്ട്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും മോശപ്പെട്ട ഭരണം കേരള ജനത ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. സാധാരണമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇപ്പം കടക്കുപുറത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, ഈ ചങ്കുറപ്പൊക്കെ നല്ലതാണ്. പക്ഷെ ആ ചങ്കുറപ്പ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അത് സ്വന്തം കാര്യത്തിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ കേരള ജനതയുടെ നെഞ്ചത്തെ കാണിച്ചിട്ടുള്ളൂ. അത് ഭരണത്തിൽ കാണിച്ചിട്ടില്ല. UDFും LDFും മാറി മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യമായി കേരള ജനത രണ്ടാമതൊരവസരം LDFിന് തുടർച്ചയായിട്ട് കൊടുത്തു. അത് പിണറായി വിജയൻ്റെ ചങ്കുറപ്പിന് കൊടുത്ത ഒരു ചാൻസ് ആയിരുന്നു അത് പിണറായി വിജയൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല. കേരളത്തിലെ ജനത, ഞാനിപ്പം കൂടുതലും സാധാരണ ജനങ്ങളുടെ 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ പേയാടിൽ ഷാജി പേയാട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. വീട്ടിൽ ഈ പിരിവൊക്കെ എടുത്ത് സാധാരണ വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരാൾ. പിന്നെ സൂരജ് ഫുഡി, ഈ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ. അതുപോലെ പിന്നെ എത്രയോ പേര് നമ്മളെ ഒരു രാഷ്ട്രീയ പിൻബലമില്ലാതെ, അല്ലെങ്കിൽ ഒരു പിരിവില്ലാതെ, ഒരു കാര്യങ്ങളില്ലാതെ സാധാരണക്കാർക്ക് വേണ്ടി, വെറും സാധാരണക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടോ മരുന്നിന് വേണ്ടിയിട്ടോ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്ന ഒരു ഭരണം പോലും കേരളത്തിൻ്റെ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ചെയ്തിട്ടില്ല. ഈ ചങ്കുറപ്പ് എന്നൊക്കെ പറയും. നല്ലൊരു ഇരട്ട ചങ്കനൊക്കെയാണ്. ഈ ഇരട്ട ചങ്കൻ തുടക്കത്തിൽ റിസൾട്ടിൽ നോക്കണം. ആദ്യത്തെ ഒരു 5-6 റൗണ്ട് പിന്നെ ഒരു ചാൻസ് പോലും ഇല്ലാത്ത സമയത്താണ് വന്നത്. അപ്പോൾ അത്രയും സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്ത് പോലും ഒരു ചാൻസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പവർ എന്തായിരിക്കും എന്നറിയണം. യഥാർത്ഥ ചങ്കുറപ്പുള്ള ഒരു ആള് എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയങ്ങളല്ല, മാധ്യമങ്ങളല്ല. സാജൻ സക്കറിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പിന്നെ മാധ്യമം നടത്തുന്ന ഒരാളുണ്ട്. അയാൾ എന്ത് ചങ്കുറപ്പോടെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അയാളെ തന്നെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാനും വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ UDFന് മറ്റൊരു കുഴപ്പം കൂടെ ഉണ്ട്. സ്ഥാനത്തിന് വേണ്ടി അടിപിടി കൂട്ടുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനെന്ത് അടിയാവുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പരസ്പരം കാലുവാരുക. ഇതൊക്കെ തന്നെയാണ് UDFിൻ്റെ മറ്റൊരു പരാജയം. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കി ചിന്തിച്ചാൽ ജനങ്ങൾ പൊറുതി മുട്ടിയിട്ട്, അല്ലാതെ UDFിൻ്റെ മേന്മയോ മികവോ കണ്ടിട്ടല്ല UDFിന് ഇങ്ങനൊരു അവസരം തന്നത്. LDF സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, ആർഭാട ഭരണം, ധൂർത്ത് ഭരണം, അഴിമതി ഭരണം, പിന്നെ ശബരിമല വിഷയം, അങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒരുപാടുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. അതെല്ലാം വിട്ടിട്ട് വി ഡി സതീശനെ, അല്ലെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ UDFിൽ വന്നു. അവരിൽ ഏറെക്കുറെ 90% ആൾക്കാർ വിജയിച്ചു. അവരിലൊക്കെ ഒരു പ്രതീക്ഷ ഒരു രാഷ്ട്രീയത്തിനുമില്ലാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസം ആഗ്രഹിക്കുന്ന ആളുകൾ, യഥാർത്ഥ കമ്മ്യൂണിസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഇന്ന് UDFിന് വോട്ട് ചെയ്തത്. കാരണം കേരളം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, അല്ലാതെ സ്വന്തം കാര്യം നന്നാവണം, സ്വന്തം കുടുംബം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരാണ് മാറി വോട്ട് ചെയ്യാത്തത്. അവർക്കിനിപ്പോൾ എന്ത് സംഭവിച്ചിരുന്നാലും, ഇനി കമ്മ്യൂണിസ്റ്റ് പിന്നെ ഭരിച്ച് നശിപ്പിച്ച് പിന്നെ ഗുണ്ടായുസവും അഴിമതി എന്ത് കാണിച്ചിരുന്നാലും അവരുടെ കാര്യം നടക്കുമെങ്കിൽ
അവർക്ക് ഒരു ചിന്തയുമില്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, ഒരു കാര്യത്തിനും ഉൾപ്പെടാത്ത ആൾക്കാർ. അങ്ങനെ സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാർ മാത്രമാണ് കുറേ ആളുകൾ വേറെ ഒന്നിലും മാറി ചിന്തിക്കാതെ ചെയ്തത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചങ്കുറപ്പ് കാണിക്കേണ്ടത് കേരള ജനതയുടെ നെഞ്ചത്തല്ല, അത് ഭരണത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ചെയ്ത് പ്രവർത്തിക്കണമായിരുന്നു. പക്ഷേ രണ്ടാമതൊരവസരം കൊടുത്തിട്ട് പോലും പിണറായി വിജയൻ അത് ചെയ്തില്ല. സ്വന്തം പാർട്ടിയിൽ തന്നെ ആദ്യത്തെ ഒരു ഭരണം കുഴപ്പമില്ലാതെ, ശരിക്കും പറഞ്ഞാൽ ആ കോവിഡിൽ രക്ഷപ്പെട്ടു പോയതാണ്. അതിൽ അന്ന് ശൈലജ ടീച്ചറൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അവരെല്ലാം മാറ്റി നിർത്തി ഈ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയൂലേ, എൻ്റെ ഫോട്ടോ എൻ്റെ പിക്ചർ, എൻ്റെ ഫോട്ടോ എൻ്റെ ഫ്ലെക്സ് എന്ന് പറയുന്ന പോലത്തുള്ള ഒരു ഭരണം മാത്രമാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ തിരിച്ചടിയാണ് കിട്ടിയത്. ഇനി അത് UDF മനസ്സിലാക്കിയാൽ നല്ലത്. അതേപോലെ BJPക്ക് 3 സീറ്റ് കിട്ടി. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതേപോലെ BJPക്ക് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് 2ആയി 3ആയി ഇന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരെയുണ്ട്. അത് കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഇന്നത്തെ ഒരു രാഷ്ട്രീയ നിലപാടനുസരിച്ച്, എൻ്റെ അഭിപ്രായം അനുസരിച്ച്, പണ്ട് ഞാൻ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മാറി മാറി UDF LDF ഭരിച്ചു, ഇനി ഒരു തവണ BJP ഭരിക്കട്ടെ എന്ന് ചില ആൾക്കാരുടെ പോസ്റ്റ് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, അതിനേക്കാൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന്. കാരണം അത്രയും മോശപ്പെട്ടതായിരുന്നു BJPയുടെ ഭരണം എന്ന അർത്ഥത്തിൽ. പക്ഷേ ഇന്ന് BJPയെക്കാളും വളരെ മോശപ്പെട്ട ഭരണമാണ് LDFൻ്റേത്. ഇന്ന് ചില ആൾക്കാർ ചിന്തിച്ചു LDFനേക്കാൾ BJP ആയിക്കോട്ടെ എന്ന്. അത്രയ്ക്കും മോശപ്പെട്ട ഭരണമായിരുന്നു BJPയുടേത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ലീഗ് അവരുടെ ഒരു സപ്പോർട്ട്. ഈ UDF ഇത്രയും 2 തവണ പരാജയപ്പെട്ടപ്പോഴും ഒരു പ്രതീക്ഷയുമില്ലാതെ അവരോടൊപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. ഇന്ന് ഒരു വൻ വിജയമല്ലേ ലീഗായിരുന്നാലും മറ്റ് ഘടകകക്ഷികളും ഉണ്ടാക്കിയെടുത്തത്. എന്തുകൊണ്ട്? അവർക്ക് വേണ്ട പരിഗണന VD സതീശൻ അല്ലെങ്കിൽ UDF കൊടുത്തു. അതിൻ്റെ ഒരു മഹത്തായ വിജയമാണ് ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നത്. ഈ പരസ്പര ഒരു കാലുവാരലും അതും ഇതും ഇല്ലാതെ ഇരുന്നുവെങ്കിൽ UDF ഒക്കെ നല്ല രീതിയിൽ രക്ഷപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇനി മറ്റൊരു കാര്യമാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരിക്കുന്ന ഒരു സമയത്തും കമ്മ്യൂണിസ്റ്റുകാർ നന്നായിട്ട് ഭരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഗുണ്ടായുസവും KSRTC ബസ് കത്തിക്കുന്നതും ഓരോ സമരങ്ങൾ, ഹർത്താലുകൾ. ഒരു കാര്യം നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കുക, ഈ 10 വർഷത്തിനിടയ്ക്ക് എത്ര തവണ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ഹർത്താലുകളും സമരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്? കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നും, രാഷ്ട്രീയപരമായിട്ടൊക്കെ കുറേ അജണ്ടകൾ ഉണ്ടാകും, കുറേ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ഇവരാരും അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ. അപ്പോൾ ഇനി അതൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കട്ടെ. ഇത്രയും എല്ലാം ചിന്തിക്കണം. ആർഭാടമായ ഒരു ജീവിതം, സ്വന്തം കുടുംബത്തിന് വേണ്ടി. ഇപ്പം രാഷ്ട്രീയപരമായിട്ട് ചാനലിലൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ അവസാനമായിട്ട് പറയാം. ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ ചാനലുകളിൽ ഒരു 4-5 എണ്ണത്തിനെ വിളിച്ചങ്ങ് ഇരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും എല്ലാം. VD സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അവരെ ബോധിപ്പിക്കാനാണ്, അല്ലെങ്കിൽ അവർ സമ്മതിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കണം. സാധാരണ ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഈ 4-5 എണ്ണത്തിന് ചാനലിൽ വിരിച്ചിരുത്തി അവരുടെ ചർച്ചകളും കണ്ട് സമയം കളയാതെ ജനങ്ങൾക്ക് നല്ല ഉപയോഗമുള്ള ഒരു ഭരണം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും മെസ്സേജുകളോ മെയിലുകളോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഇവിടെ തന്നെ ഞാനിവിടെ ഒരു ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ, അത് യൂട്യൂബിലൊക്കെ നിങ്ങൾ വീഡിയോസും ഫേസ്ബുക്കിലും അതൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു കാണും. ഒരു ഫോട്ടോയോ ഒരു പരസ്യമോ ഒന്നുമില്ല. നമ്മളവിടെ പോകുന്നു, വോട്ട് ചെയ്യുന്നു, പോകുന്നു. എന്തിനു വേണ്ടി ഇത്രയും കോടികൾ മുടക്കി ഈ രാഷ്ട്രീയം നടത്തുന്നത്? എന്തിനു വേണ്ടി?
അപ്പോൾ അവർക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനു വേണ്ടി ഇത്രയും ആർഭാടമായിട്ട് പിന്നെ ചെലവുകൾ കാണിച്ച് വോട്ടിന് പൈസ കൊടുത്ത് കുപ്പി കൊടുത്ത് അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു വല്ലാത്ത ഒരു പിന്നെ ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളം പോകുന്നത്. ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിന് ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവണം. ഇന്ത്യയിലെ തന്നെ നല്ല ഒരു സംസ്ഥാനമായി കേരളം മാറണം. അതിന് യു.ഡി.എഫ് മാത്രം വിചാരിച്ചാൽ പോരാ. എൽ.ഡി.എഫിലെയും മറ്റ് ഘടകകക്ഷികളും എല്ലാ മതസ്ഥരും എല്ലാവരും ചിന്തിച്ച് മുന്നോട്ട് പോകണം. എന്നെപ്പോലെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാതെ അയൽ രാജ്യത്ത് വന്ന് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയെങ്കിലും അത് മാറട്ടെ. വീഡിയോ ഇച്ചിരി നീണ്ടുപോയി. കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പ്ലാനും ഇല്ലാതെ ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും കാണുക. തെറി പറയേണ്ടവർക്ക് തെറി പറയാം. എന്തായാലും ഇനി അതിൻ്റെ മറുപടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഓക്കെ, ബൈ.